ഹലോ ഓൾ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇറ്റ്സ് ന്യൂ ഇയർ, ഇങ്ങനെ പുറത്ത് പോകാതിരിക്കും. സോ ദാറ്റ് ഞാനും ശശിയും കൂടെ കന്യാകുമാരി പോകാൻ കരുതി. സോ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് വന്ന ശേഷം ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. സോ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നീണ്ട സമയം ശേഷമാണ് ഞങ്ങൾക്ക് ബസ് കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ റീച്ച് ചെയ്ത് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു, വെയിലൊക്കെ ആയതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടെ ഗോലി സോഡ കുടിച്ചിട്ട് ഇനി അങ്ങനെ നടന്ന് ഞങ്ങൾ ബീച്ചിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. സോ വെക്കേഷൻ ടൈം കൂടെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കാണ്, ദർശിക്കാൻ പറ്റാത്ത കൂട്ടം ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഞങ്ങൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് പോയി. സോ ഇതാണ് ഗാന്ധി മണ്ഡപം. എവിടെ ഗാന്ധിജിയുടെ അസ്ഥി കൊണ്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷെ അത് ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ടുണ്ട്. റിന്യൂവൽ ചെയ്ത ശേഷം ഞങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ടില്ല. ഇന്നും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു അവിടെ. സോ അതിൻ്റെ അടുത്തായിട്ട് ഭഗവതി ദേവിയുടെ ടെമ്പിളുണ്ട്. സോ കന്യാകുമാരി ഭഗവതി ടെമ്പിൾ ഈസ് ഫേമസ്. അതായിരിക്കുന്നു വള്ളുവർ സ്റ്റാച്യു. എവിടെയൊക്കെ കളിക്കാൻ വിടുമായിരുന്നു നേരത്തെ ബീച്ചിൽ. ഇപ്പോൾ വെക്കേഷനും പിന്നെ നല്ല അലയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഫുൾ ക്ലോസ്ഡ് ആണ്. ഒരു ബാരിയർ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനും ചേച്ചിയും കൂടെ ഗ്ലാസ് ബ്രിഡ്ജ് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടെയാണ് വന്നത്. പക്ഷേ കൂട്ടം കണ്ടോ? എൻ്റെ സൂമിൽ ഇത്രയേ കാണാൻ പറ്റുള്ളൂ, എൻ്റെ ഫോൺ സൂമിൽ. പക്ഷേ ഒത്തിരി തിരക്കാണ്. സ്റ്റാച്യുവിൻ്റെ അവിടെയും വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ അവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ക്യൂ നിന്നാണ് ആൾക്കാർ പോകുന്നത്. സോ ഞങ്ങൾ കരുതി ഞങ്ങൾക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു ദിവസം ഒരു വർക്കിംഗ് ഡേ സമയത്തും വന്ന് കാണാനേ ഉള്ളൂ. സോ ജസ്റ്റ് ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകണമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അതെ ഗൈസ്, എൻ്റെ ചേച്ചി കുറച്ച് ഷൈ ആണ് ക്യാമറ ഫേസ് ചെയ്യാൻ. റഷുണ്ടോ? ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ പുറത്തൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ എവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഐ സൂമിൽ തന്നെ ഞങ്ങൾ അവിടെ സ്റ്റാച്യൂസും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി മുന്നോട്ട് പോയപ്പോൾ തന്നെ കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ക്യൂ കണ്ടോ? സോ അവിടെ കിടക്കുന്ന ഇത്രയും ക്യൂ. സോ അവിടെയും ക്യൂ ആണ്, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയും ക്യൂ ആണ്, സോ ഗാന്ധി മണ്ഡപത്തിൻ്റെ അവിടെയും ക്യൂ ആണ്. സോ ഇത്രയും ക്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഒത്തിരി സമയമാവും. സോ അതോടെ തന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തതാണ്, പോകാൻ പറ്റാത്തതുണ്ട്. പിന്നെ ഇതാണ് ബോട്ട്. അവിടെ ആൾക്കാരെ എവിടെ നിന്നും ഈ കരയിൽ നിന്ന് ആ കരയ്ക്ക് കൊണ്ടുപോകുന്നത് ബോട്ടിങ് പോയോണ്ടിരിക്കുകയാണ്. സോ കൊള്ളാം, നൈസ് വ്യൂ ആയിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ചേട്ടൻ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ്റെ പടമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. സോ സച്ച് എ ടാലൻറ്റഡ് ഗായ്, നല്ലതുപോലെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ചുട്ട വെയിൽ നിന്നാണ് ഈ ജോലി ചെയ്യുന്നത്. സോ അവിടെ സിറിയ ഉദവി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു തമിഴിൽ, ലൈക്ക് വി നീഡ് ടു ഹെൽപ്പ് ഹിം. സോ ഞങ്ങളുടെ വകയും എല്ലാവരും അവിടെ ഒത്തിരി ആൾക്കാർ പൈസയൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പടം വരയുന്ന റോഡിലൊക്കെ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കാണുന്നത്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചി ഒരു സ്മോൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായി പോയി. ഒത്തിരി തിരക്കാണ്, എല്ലാ റെസ്റ്റോറൻറ്റ്സും ഉച്ച സമയം കൂടെ ആയതുകൊണ്ടാണ് ഒത്തിരി തിരക്കായിരുന്നു. കഴിക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. സോ ദാറ്റ് ഞങ്ങൾ മീറ്റ് ആൻഡ് ഈറ്റ് ഞങ്ങളുടെ കണ്ണിന് കിട്ടി. സോ ഞങ്ങൾ പിന്നെ അതിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങളൊരു ചങ്കി ബിരിയാണി, ചിക്കൻ മോമോസ് ആൻഡ് ദെൻ ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് കേട്ടോണ്ടിരുന്നത്. പിന്നീട് ഫുഡ് വന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത ശേഷം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പിന്നെയും ലോങ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. സോ അത്രയേ ഉള്ളൂ ഗൈസ്, വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് മിനി വ്ലോഗ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.